നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തൃശ്ശൂർ നഗരം നമുക്കറിയാം, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായാണ് അറിയപ്പെടുന്നത്. ആ തൃശ്ശൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ആകാശത്തേക്ക് വിരൽ ചൂണ്ടി നിൽക്കുന്ന ഒരു ഗോതിക് വിസ്മയത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെൻട്രൽ മാഗസിനിൽ കാണാൻ പോകുന്നത്. തൃശ്ശൂർ നഗരത്തെ ഒരു വാണിജ്യ കേന്ദ്രമാക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച ശക്തൻ തമ്പുരാൻ കുറച്ച് ക്രൈസ്തവ കുടുംബങ്ങളെ അങ്ങോട്ടേക്ക് ആകർഷിച്ച് കൊണ്ടുവന്ന് അവിടെ തന്നെ കുടിയിരുത്തി എന്ന് തന്നെ പറയാം. അവിടെ തുടങ്ങുന്നു ബസിലിക്ക ഓഫ് അവർ ലേഡി ഓഫ് ഡലേഴ്സിൻ്റെ ചരിത്രം. കാണാം നമുക്ക് ആ ആത്മീയ സൗധത്തിൻ്റെ വിശേഷങ്ങൾ. ബസിലിക്കായുടെ ചരിത്രം ആരംഭിക്കുന്നത് 1795 ശക്തൻ തമ്പുരാൻ 52 കുടുംബങ്ങളെ ടൗണിൽ കച്ചവടം വികസിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടെ കുടിയിരുത്തുന്നത് മുതലാണ്. അവർക്ക് വേണ്ടി 1815 ഒരു ദേവാലയം വ്യാകുലമാതാവിൻ്റെ പേരിൽ പണി കഴിപ്പിച്ചു. ഇന്നത് മാർത്തുമറിയം പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തൃശ്ശൂർ നഗരത്തിൻ്റെ സാംസ്കാരിക പെരുമയിൽ ചില ആത്മീയ ചൈതന്യങ്ങൾ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. വടക്കുന്നാഥൻ്റെ ശാന്ത സാന്നിധ്യവും തേക്കിൻകാട് മൈതാനത്തിൻ്റെ വിശാലതയും നഗരമധ്യത്തിൽ ആകാശത്തെ സ്പർശിച്ചു നിൽക്കുന്ന വ്യാകുലമാതാവിൻ്റെ ബസിലിക്ക പുത്തൻപള്ളിയും എല്ലാം ഒത്തുചേർന്ന് നഗരത്തിന് വേറിട്ടൊരു കയ്യൊപ്പ് ചാർത്തുന്നു. ആയിരത്തി 1861 മുതൽ ഇവിടെയുണ്ടായ സഭാതർക്കത്തെ തുടർന്ന് ദേവാലയം കത്തോലിക്ക വിഭാഗത്തിന് ലഭിച്ചു. അതുകൊണ്ട് ഇവിടെയുള്ള കത്തോലിക്ക വിഭാഗത്തിന് വേണ്ടി 1925 അന്ന് തൃശ്ശൂർ മെത്രാനായിരുന്ന മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി ടെമ്പററിയായി ഒരു ദേവാലയം നിർമ്മിച്ച് അതിൽ വിശുദ്ധ കുർബാന ആരംഭിച്ചു. അങ്ങനെയാണ് 1925 പണി തുടങ്ങി. പിന്നെ അത് വെഞ്ചരിച്ചത് കൂതാശ 1940 വളരെ സാവധാനം ഈ പള്ളി. അന്ന് ഈ 3 ടവറുകളും ഉണ്ടായിരുന്നില്ല. 1940 അത് പണി തീർത്തത്. നഗരമധ്യത്തിൽ ആകാശത്തെ തൊടാനെന്നവണ്ണം നിൽക്കുന്ന നൂറ്റാണ്ട് പിന്നിട്ട പുത്തൻപള്ളി ഒരു ആരാധനാലയം മാത്രമല്ല. വിശ്വാസം, ചരിത്രം, വാസ്തുവിദ്യ, കല, സംസ്കാരം, സാമൂഹിക സേവനം എന്നിവയെ ഒരുമിച്ച് ചേർത്തുവെച്ച കേരളത്തിൻ്റെ അപൂർവ പൈതൃക സ്മാരകമാണ് ഇത്. യൂറോപ്പിലെ ഫ്രാൻസിലെ പാരീസിലുള്ള നോട്ടർഡാം കത്തീഡ്രലിൻ്റെ റിപ്ലിക്കയാണ്. അതിൻ്റെ ഷേപ്പിലാണ് ഇത് പണി കഴിപ്പിച്ചത്. എക്സാക്റ്റ് അത്രയ്ക്ക് വലുപ്പമില്ല, ഇതിലും ബൃഹത്തായൊരു കൺസ്ട്രക്ഷനാണ് അത്. ഇത് അന്നത്തെ കാലത്തെ ഇവിടുത്തെ ഫ്രാൻസിസ് വാഴപ്പള്ളി പിതാവ് റോമിൽ പോയി വരുമ്പോൾ ഫ്രാൻസിൽ പോയി ഇത് കണ്ടിട്ട് അതിൻ്റെ രൂപരേഖയിലാണ് ഇത് പണി കഴിപ്പിച്ചതാണിത്. പുത്തൻപള്ളിയുടെ കഥ തൃശ്ശൂർ നഗരത്തിൻ്റെ വളർച്ചയുടെ കഥ കൂടിയാണ്. ആയിരത്തി 1814 ശക്തൻ തമ്പുരാൻ്റെ കാലഘട്ടത്തിൽ തൃശ്ശൂരിലെ ആദ്യ കത്തോലിക്ക പള്ളി സ്ഥാപിക്കപ്പെട്ടു. പിന്നീട് സഭാപരമായ ഭിന്നതകളും നിയമ പോരാട്ടങ്ങളും മൂലം ആ പഴയ ദേവാലയം കത്തോലിക്ക സമൂഹത്തിന് നഷ്ടമായി. അങ്ങനെ പുതിയൊരു ദേവാലയം നിർമ്മിക്കേണ്ട സാഹചര്യം രൂപപ്പെട്ടു. വാസ്തവത്തിൽ തൃശ്ശൂർ കൊച്ചി രാജാവിൻ്റെ കോട്ടയ്ക്കകത്ത് ഒറ്റ പള്ളി ഉണ്ടായിരുന്നുള്ളൂ. സെൻറ്റ് മേരീസ് ചർച്ച് അല്ലെങ്കിൽ വ്യാകുലമാതാവിൻ്റെ പള്ളി തന്നെ. അതിപ്പോൾ സുറായിക്കാരുടെ കയ്യിലാണ്. അന്ന് കത്തോലിക്ക പള്ളിയാണ്, പോർച്ചുഗീസ് ശൈലിയിൽ പണിതാണ്. പിന്നെ ഇവിടെ കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടായി, പിന്നെ വിഭജനം ഉണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 1908 കേസിന് ശേഷം, വിഭജനത്തിന് ശേഷം ആ പള്ളി അവരുടെ കയ്യിലായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പഴയ കത്തോലിക്കർ അവരൊരു പള്ളി പണിയണമെന്ന് ആഗ്രഹിക്കുകയും കോട്ടയ്ക്കകത്ത് തന്നെ അതിനുള്ള അനുവാദം കൊച്ചി രാജാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. പുത്തൻപള്ളി എന്ന പേര് അന്നൊരു കെട്ടിടത്തിൻ്റെ പുതുമയെ മാത്രമല്ല, ഒരു സമൂഹത്തിൻ്റെ പുനർജന്മത്തെയും പ്രതിനിധീകരിക്കുന്നു. 1925 ഒക്ടോബറിൽ മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി പുതിയ ദേവാലയത്തിനുള്ള പ്രാരംഭ ശുശ്രൂഷകൾ ആരംഭിച്ചു. 1929 ദേവാലയത്തിന് തറക്കല്ലിട്ടെങ്കിലും
11 വർഷം നീണ്ട കഠിനാധ്വാനത്തിനൊടുവിലാണ് ദേവാലയം കൂദാശ ചെയ്യപ്പെട്ടത്. ആയിരത്തി 1986 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൃശ്ശൂർ വന്നത്. അതിൻ്റെ മാർപ്പാപ്പ പ്രസംഗിച്ച പീഠം ഈ പള്ളിയിൽ തന്നെയാണ് ഉള്ളത്. ഈ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ ആകർഷണം അതിൻ്റെ വാസ്തുവിദ്യയാണ്. ഇൻഡോ ഗോഥിക് ശൈലിയിൽ നിർമ്മിച്ച ഈ മഹാസൗധത്തിന് ഒരു കവിതയുടെ സൗന്ദര്യമുണ്ട്. 25,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ദേവാലയമാണിത്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ബെൽ ടവർ ഉള്ളത് ഈ ദേവാലയത്തിനാണ്. 260 അടി ഉയരമുള്ള ബെൽ ടവർ. പള്ളിയുടെ മുൻഭാഗത്തുള്ള 2 ഗോപുരങ്ങൾക്ക് 140 അടി ഉയരം ഉണ്ട്. 15 അൾത്താരകളുള്ള അതിമനോഹരമായ ദേവാലയമാണിത്. ഉയർന്ന കമാനങ്ങൾ, ദീർഘമായ നടപ്പാതകൾ, ആകാശത്തേക്ക് വിരൽ ചൂണ്ടുന്ന ഗോപുരങ്ങൾ, വർണ്ണശബളമായ സ്റ്റെയിൻ ഗ്ലാസ് ജനലുകൾ, ഭിത്തികളിൽ ആലേഖനം ചെയ്യപ്പെട്ട വിശുദ്ധ ചരിത്രങ്ങൾ, അൾത്താരയുടെ ഗാംഭീര്യം, ഇവയെല്ലാം ചേർന്ന് പുത്തൻപള്ളിയെ ഒരു സാധാരണ ആരാധനാലയത്തിനപ്പുറം ഒരു കലാസൃഷ്ടിയായി മാറ്റുന്നു. ഇതിൽ 15 അൾത്താരയുണ്ട്. അതിൽ ഒരു അൾത്താരയിലാണ് ഒരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ സ്റ്റാച്യു ഇരിക്കുന്നത്. ഏകദേശം 7 അടി നീളം, 7.25 അടി ഉയരം, 3.5 അടി കനമുള്ള 6 ടണ്ണോളം തൂക്കുള്ള സിംഗിൾ സ്റ്റോൺ മാർബിൾ ഇവിടെയുണ്ട്. പിയാത്ത എന്ന് പറയും. ആകാശത്തിലേക്ക് കുന്തമുന പോലെ ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങളും സൂക്ഷ്മമായ കൊത്തുപണികളും വിദൂരത്ത് നിന്ന് കാണുന്ന ആരെയും വിസ്മയിപ്പിക്കുന്ന ഗാംഭീര്യവും പുത്തൻപള്ളിയുടെ പ്രത്യേകതയാണ്. പ്രകാശവും നിഴലും തമ്മിലുള്ള ഇണചേരലുകൾ പ്രഭാതത്തിലും സായന്തനത്തിലും ഈ ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിൽ വേറിട്ട ആത്മീയാനുഭവം സൃഷ്ടിക്കുന്നു. പള്ളിയുടെ പ്രാർത്ഥനാ ഹാൾ ആയിരക്കണക്കിന് വിശ്വാസികളെ ഒരേ സമയം ഉൾക്കൊള്ളാൻ തക്കവണ്ണം വിശാലമാണ്. വിദേശയാത്രകളിൽ കണ്ട വാസ്തുവിദ്യയുടെ മഹത്വം തൃശ്ശൂരിൽ സാക്ഷാത്കരിക്കണമെന്ന മാർ ഫ്രാൻസിസ് വാഴപ്പള്ളിയുടെ സ്വപ്നം യാഥാർത്ഥ്യമായപ്പോൾ അത് തൃശ്ശൂരിൻ്റെ മറ്റൊരു ആത്മീയ അടയാളമായി മാറി. പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എഞ്ചിനീയർ ജ്ഞാനപ്രകാശവും ശില്പി അംബ്രോസ് ഗൗണ്ടറും നിർണായക സംഭാവനകൾ നൽകി. ആയിരത്തി 1935 കൊച്ചി മഹാരാജാവ് രാമവർമ്മ തമ്പുരാൻ ദേവാലയ നിർമ്മാണത്തിനാവശ്യമായ തേക്ക് തടികൾ സൗജന്യമായി നൽകി. പുത്തൻപള്ളിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പ്രതീകം ബൈബിൾ ടവറാണ്. ഏകദേശം 260 അടി ഉയരത്തിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഈ ഗോപുരം ഏറ്റവും ഉയരമുള്ള പള്ളി ഗോപുരങ്ങളിലൊന്നാണ്. ഇതൊരു വിശ്വാസത്തിൻ്റെ അവതരണം കൂടിയാവണം. ഇപ്പോൾ ബൈബിളിലത്തെ വിവിധ തീംസ്, അത് ഓരോ ഫ്ലോറിലും ഓരോ തരം ആർട്ട്, ആ ആർട്ടുള്ള ബൈബിൾ തീംസ് അടക്കമുള്ള ഒരു ആർട്ടാക്കി, അങ്ങനെ ഓരോ ഫ്ലോറിലും ഓരോ ആർട്ട് എന്നുള്ള രീതിയിൽ ബൈബിൾ തീംസ് അവതരിപ്പിച്ചപ്പോൾ അതിന് ബൈബിൾ ടവർ എന്നുള്ള പേര് കൊടുത്തു. 2004 ആശീർവദിക്കപ്പെട്ട ഈ ഗോപുരം പിന്നീട് പൊതുജനങ്ങൾക്കായി തുറന്നു. അതിൻ്റെ ഉൾവശങ്ങളിൽ ബൈബിൾ സംഭവങ്ങളെ ആസ്പദമാക്കിയ ചുവർച്ചിത്രങ്ങളും പ്രദർശനങ്ങളും സന്ദർശകരെ വിശ്വാസത്തിൻ്റെ ചരിത്രത്തിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നു. നമ്മുടെ ബൈബിൾ ടവറിൽ നമുക്ക് മുകളിൽ പല ഭാഷകളിലുള്ള ബൈബിളുകൾ അവിടെ തയ്യാറായിട്ടുണ്ട്. പുത്തൻപള്ളിയുടെ മുകളിലെ നിരീക്ഷണവേദിയിൽ നിന്ന് നോക്കുമ്പോൾ തൃശ്ശൂർ നഗരം മുഴുവനായി ഒരു ജീവനുള്ള ചിത്രമായി വിരിയുന്നു. വടക്കുംനാഥ ക്ഷേത്രം, തേക്കിൻകാട് മൈതാനം, നഗരത്തിൻ്റെ പച്ചപ്പും തിരക്കും. തെളിമയുള്ള ദിവസങ്ങളിൽ ദൂരെയുള്ള മലനിരകളും കണ്ണിൽ പതിയും. ഏകദേശം ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ ഭാഗങ്ങളും നമുക്കിതിൽ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ടവറിൽ നിന്നിട്ട് തന്നെ ലൂർദ് പള്ളി കാണാം, അതുപോലെ വടക്കുംനാഥം കാണാം. അങ്ങനെ ഒരുവിധം ചുറ്റുവട്ടത്തുള്ള എല്ലാ ഭാഗങ്ങളിലുള്ള സ്ഥലങ്ങളിലും കാണാം. മുൻവശത്തെ ഇരട്ടമണി ഗോപുരങ്ങൾ ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. പള്ളിയെ ഏറ്റവും അധികം അറിയപ്പെടുന്നത് അതിലുള്ള സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന 8 മണികളാണ്. ഗാനങ്ങൾ വായിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ അത് അറേഞ്ച് ചെയ്യുകയും എല്ലാ ദിവസവും 3 പ്രാവശ്യവും ഇതിൽ മ്യൂസിക് വായിക്കുകയും ചെയ്യുന്നുണ്ട്.
ജർമ്മനിയിൽ നിർമ്മിച്ച മണികളുടെ സംഗീതനാദം ആത്മീയമായ ഒരു താളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവ വെറും ശബ്ദങ്ങൾ മാത്രമല്ല, തലമുറകളെ ബന്ധിപ്പിക്കുന്ന ഓർമ്മകൾ കൂടിയാണ്. 8 കയറ് വലിക്കണം. സരിഗമ പദനിസ എന്ന് പറഞ്ഞ സൗണ്ടാണ് വെച്ചേക്കണത്. അത് ആദ്യം 2 പ്രാവശ്യം വലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മാവോയിസ്നത പാട്ട് വായിക്കും. തൃശ്ശൂരിൻ്റെ വ്യാപാര സമൃദ്ധിക്ക് വേണ്ടി ശക്തൻ തമ്പുരാൻ കൂട്ടിക്കൊണ്ടുവന്ന ക്രൈസ്തവ കുടുംബങ്ങൾ പള്ളിയുടെ ആത്മീയ ചൈതന്യം കൂടി ഉൾക്കൊണ്ട് തൃശ്ശൂരിൻ്റെ പെരുമ കൂട്ടി. പുത്തൻപള്ളിക്ക് ചുറ്റുമുള്ള കച്ചവട സ്ഥാപനങ്ങളും അഭിവൃദ്ധി പ്രാപിച്ചു. ശക്തൻ തമ്പുരാനാണ് ഇവിടെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളെ കൂടുതൽ ഇവിടേക്ക് കൊടുക്കുന്നത്. കുറേ കുടുംബങ്ങളെ കൊണ്ടുവന്നത് കച്ചവട താല്പര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു മാറ്റം കൂടി ഉണ്ട്. ഇവിടെ പഴയ കാലത്ത് ഈ തൃശ്ശൂരിൻ്റെ മധ്യ കേരളത്തിലേക്കുള്ള ചരക്കുകളൊക്കെ ഇവിടെ കൊടുത്തിരുന്നത് ഈ ബസാറിൽ നിന്നാണ്. ഇവിടെ നിന്നിട്ട് പാലക്കാട്, ഇവിടുന്ന് അങ്ങോട്ട് കോതമംഗലം, ചങ്ങനാശ്ശേരിയൊക്കെ ഇവിടുന്നാണ് പോയിരുന്ന ചരക്കുകൾ. വള്ളത്തിൽ ചരക്ക് കയറ്റി പോകലാണ് കോട്ടപ്പുറത്തേക്ക്, പറവൂര്, ആലുവ, അങ്കമാലി, എറണാകുളം വരെ ഇവിടുന്ന് വഞ്ചിയിലാണ് പോയിരുന്ന ചരക്ക് പോയിരുന്നത്. ഇത് ബിസിനസ് ഒരു തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിസിനസ് സെൻ്ററായിരുന്നു. വർഷങ്ങൾ മുമ്പ് 1950-51 കാലഘട്ടത്തിൽ ഇവിടെ ഈ അങ്ങാടി ഇപ്പോഴത്തെ ഒരു ദയനീയ സ്ഥിതി എന്ന് പറഞ്ഞാൽ കച്ചവടം കുറയാനുള്ള കാരണം ഇവിടെ ഒരു സമരം ഉണ്ടായി. ഒരു 55-56 ദിവസം കടകൾ അടച്ചിട്ടിട്ട്, പൂർണ്ണമായി അടച്ചിട്ടിട്ട് ഒരു തൊഴിലാളി സമരം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി പുത്തൻപള്ളി തൃശ്ശൂരിൻ്റെ സാമൂഹിക ജീവിതത്തിലും സാംസ്കാരിക വളർച്ചയിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇവിടെ എത്തുന്നവർ കത്തോലിക്ക വിശ്വാസികൾ മാത്രമല്ല, വ്യത്യസ്ത മതങ്ങളിലും സംസ്കാരങ്ങളിലും പെട്ട അനേകർ ഈ ദേവാലയത്തിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ എത്തുന്നു. പുത്തൻപള്ളി മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായും തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മുഖമായും മാറിയിരിക്കുന്നു. ഇപ്പോഴും ഇവിടുത്തെ ഓരോ പള്ളിയിലത്തെ തിരുനാളുകളായാലും മറ്റാഘോഷങ്ങളായാലും അതിൽ മറ്റ് 2 മതസ്ഥരും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ വടക്കുന്നാഥൻ എന്ന് പറഞ്ഞാൽ പൂരം, അത് ഓരോ ക്രിസ്ത്യാനിയുടെയും കൂടി ബ്ലഡിലുള്ള ഒരു സ്പിരിറ്റാണത്. ആത്മീയ ശുശ്രൂഷകൾക്കപ്പുറം വിദ്യാഭ്യാസം, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹിക സഹായം, കുടുംബശാക്തീകരണം, ദരിദ്രരുടെ ക്ഷേമം എന്നിവയിലും ഈ ബസിലിക്ക ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്നു. പ്രാർത്ഥനയും സേവനവും ഒരേ വിശ്വാസത്തിൻ്റെ 2 മുഖങ്ങളാണെന്ന് പുരോഹിതർ കരുതുന്നു. കഴിഞ്ഞ കൊല്ലത്തെ ചന്ദ്രീന്ദ്രാഘോഷങ്ങൾക്ക് ഞങ്ങൾക്ക് വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് മുൻകൈ കൊടുത്തത്. അതിൽ 2.5 കോടിയോളം റുപ്യ ചിലവാക്കിയിട്ടുണ്ട്. അതിൽ 11 വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇന്ന് തൃശ്ശൂർ പുത്തൻപള്ളി പ്രാർത്ഥനയുടെയും അതിജീവനത്തിൻ്റെയും ജീവനുള്ള ചരിത്രരേഖയാണ്. തൃശ്ശൂർ നഗരത്തിൻ്റെ ആകാശത്ത് ചിറക് വിരിച്ചു നിൽക്കുന്ന ഈ സൗധം തൃശ്ശൂരിൻ്റെ കുതിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റുകളിൽ ഒന്നുകൂടിയാണ്. ഇവിടെ ഇതിന് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രം, ഒപ്പം തന്നെ കത്തോലിക്കരെ സംബന്ധിച്ചോളം വിശ്വാസത്തിൻ്റെ കേന്ദ്രം, പൊതുസമൂഹത്തെ സംബന്ധിച്ച് മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. അതിന് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അങ്ങനെ തന്നെ ആവും വേണം. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമാർന്ന അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.